ഹോവാർഡ് ഗാർണറുടെ മൾട്ടിപ്പിൾ ഇൻ്റലിജൻസ് തിയറി പ്രകാരം ബോഡി കൈനസ്തെറ്റിക് ഇൻ്റലിജൻസ് ഉള്ള ക്രിക്കറ്റർമാരിൽ ഒരാളാണ് രവീന്ദ്ര ജഡേജ. കാരണം ബാറ്റിങ്ങും ബൗളിങ്ങും ഫീൽഡിങ്ങും അറിയുന്ന ഒരു കംപ്ലീറ്റ് ക്രിക്കറ്ററാണ് രവീന്ദ്ര ജഡേജ. ടെസ്റ്റ് ക്രിക്കറ്റിൽ വളരെ വലിയ സംഭാവന, അത് പ്രത്യേകിച്ച് ഇന്ത്യ ദുർബലരായ ബംഗ്ലാദേശുമായിട്ട് ടെസ്റ്റ് കളിക്കുന്നു. പക്ഷേ ആദ്യ ഇന്നിങ്സിൽ സൂപ്പർ താരങ്ങളായ വിരാട് കോഹ്ലിയും രോഹിത് ശർമ്മയും ഒന്നും കാര്യമായ വലിയ സംഭാവന നൽകാൻ കഴിയാതെ പോയ ഇന്നിങ്സിൽ ജയ്സ്വാൾ ഒരു 50 നേടി. ആ ഇന്നിങ്സിൽ ജഡേജ 86 റൺസ് നേടി. അതോടൊപ്പം തന്നെ ഇന്ത്യയുടെ ലോകത്തിലെ തന്നെ ഏറ്റവും മികച്ച സ്പിന്നറായ രവിചന്ദ്രൻ അശ്വിൻ സെഞ്ചുറി നേടുകയും ചെയ്തു. അശ്വിൻ അത്യാവശ്യം ബാറ്റ് ചെയ്യുന്ന ഒരു ബൗളർ കൂടിയാണ്. ടീമിലപ്പം വിരാട് കോഹ്ലിയും രോഹിത് ശർമ്മയും അതുപോലെ തന്നെ ബുംറ, അതുപോലെ ഹാർദിക് പാണ്ഡ്യ പോലെയുള്ള താരങ്ങളാണ് ഇന്ത്യൻ ടീമിൽ ഏറ്റവും മികച്ചു നിൽക്കുന്നതും ആരാധകർക്കിടയിലും അതുപോലെ തന്നെ പരസ്യ വിപണിയിലൊക്കെ തിളങ്ങി നിൽക്കുന്നതും. പക്ഷേ ഏറ്റവും അൺറേറ്റഡ് ആയിട്ടുള്ള താരങ്ങളാണ് ജഡേജയും അതുപോലെ തന്നെ അശ്വിനും. ടെസ്റ്റ് കളിക്കുമ്പോഴാണ് അശ്വിൻ്റെ വില നാം കൂടുതൽ അറിയുന്നത്. ലോക ടെസ്റ്റിൻ്റെ ഫൈനലിൽ ഇതുപോലെ മികച്ച ഒരു താരമുണ്ടായിട്ട് അന്ന് ഫൈനലിൽ അശ്വിനെ കളിപ്പിച്ചില്ല. അന്ന് രാഹുൽ ദ്രാവിഡായിരുന്നു ഇന്ത്യൻ ടീമിൻ്റെ കോച്ച്. അന്ന് കളിപ്പിച്ചില്ല. പേസ് ബൗളിങ്ങിന് അനുകൂലമായ പിച്ചാണെന്ന് പറഞ്ഞ് കളിപ്പിച്ചില്ല. ഷെയ്ൻ വോണൊക്കെ എത്രയോ പേസ് ബൗളിങ് പിച്ചിൽ അദ്ദേഹം, പ്രത്യേകിച്ച് ഓസ്ട്രേലിയ പോലെയുള്ള ഗ്രൗണ്ടിൽ, അവിടെയൊക്കെ അദ്ദേഹം പെർത്തിപ്പോലും അദ്ദേഹം കളിച്ചിട്ടുണ്ട്. ഇവിടെ ഒരു താരത്തെ ഒഴിവാക്കി. അന്ന് നമുക്ക് ടെസ്റ്റ് ചാമ്പ്യൻഷിപ്പ് ഇന്ത്യക്ക് ലഭിക്കാതെ പോയി. എന്തായാലും അശ്വിൻ്റെ മികച്ച പ്രകടനം കണ്ടു ഇന്ത്യ ബംഗ്ലാദേശ് ടെസ്റ്റ് പരമ്പരയിൽ. അതിൽ ചെന്നൈയിൽ നടന്ന ആദ്യത്തെ ടെസ്റ്റിൽ തന്നെ അദ്ദേഹം ആദ്യത്തെ ഇന്നിങ്സിൽ ഒരു ബാറ്റിംഗ് നിര തകർന്ന് അടിഞ്ഞു പോയ സമയത്ത് അശ്വിൻ രക്ഷകനായി. അതോടൊപ്പം തന്നെ പാർട്ട്ണറായ ബൗളിങ്ങിലും പാർട്ണർഷിപ്പാണ്. അതായത് ജഡേജ ലെഫ്റ്റ് ഹാൻഡ് സ്പിന്നറാണ്. അതോടൊപ്പം തന്നെ അശ്വിൻ ഒരു ഭാഗത്ത് സ്പിൻ ചെയ്യുന്നു. ഈ രണ്ടുപേരുടെയും കൂട്ടുകെട്ട് ഇന്ത്യൻ ടീമിൽ വലിയ നിർണായകമായ സമയത്ത് അവരുടെ ഇന്നിങ്സിൻ്റെ കരുത്ത് കാരണം 376 റൺസ് എന്ന ടോട്ടലിലേക്ക് എത്താൻ കഴിഞ്ഞു. സെക്കൻഡ് ഇന്നിങ്സിൽ ശുഭ്മാൻ ഗില്ലും അതുപോലെ തന്നെ ഋഷഭ് പന്തും സെഞ്ചുറി നേടി. അതുകൊണ്ട് തന്നെ നല്ലൊരു കൂറ്റൻ സ്കോർ തന്നെ നേടുവാൻ ഇന്ത്യൻ ടീമിന് കഴിഞ്ഞു. ഗില്ല് ആദ്യത്തെ കളി ഡക്കടിച്ച് പോയ കളിക്കാരനാണ്. പക്ഷേ ഗില്ല് 176 പന്തിൽ നിന്ന് അദ്ദേഹം സെഞ്ചുറി നേടി. അത്ര പന്തിൽ കളിച്ചു. ഋഷഭ് പന്ത് കുറച്ചുകൂടി ഏകദിന ശൈലിയിലാണ് ബാറ്റ് വീശിയത്. സഞ്ജു സാംസൺ ടെസ്റ്റ് ക്രിക്കറ്റിലേക്ക് ഇനിയും എത്തി നോക്കേണ്ട കാര്യമില്ല. കാരണം പന്ത് ടെസ്റ്റിൽ തൻ്റെ സ്ഥാനം ഉറപ്പിച്ചു. പക്ഷേ സഞ്ജുവിന് ഏകദിനത്തിലും 2020 ക്രിക്കറ്റിലും വലിയൊരു അവസരമുണ്ട്. സഞ്ജു സാംസൺ ദുലീപ് ട്രോഫിയിൽ സെഞ്ചുറി നേടുകയുണ്ടായി. അതൊരു നല്ലൊരു കാര്യമായിട്ടാണ് തോന്നുന്നത്. ഇപ്പം ഗംഭീർ കോച്ചായതിനു ശേഷം ആഭ്യന്തര ക്രിക്കറ്റിലും അതുപോലെ തന്നെ ഇന്ത്യ എ ടീം, ബി ടീം, സി ടീം, ഡി ടീം തമ്മിലുള്ള കളികളൊക്കെ ചടുലമായിട്ട് നടക്കുകയാണ്. എന്തായാലും ദുർബലരായ ബംഗ്ലാദേശിനെതിരെ ഇന്ത്യൻ ടീമിൻ്റെ ഒരു കാലത്ത് വളരെ പ്രതാപമായിരുന്നു ഇന്ത്യൻ ടീമിൻ്റെ ബാറ്റിംഗ് നിര. സ്റ്റീവ് നയിച്ച ഓസീസിനെ തുടർച്ചയായിട്ടുള്ള മത്സരങ്ങൾ ജയിച്ചു വന്ന ഓസ്ട്രേലിയ ഈഡൻ ഗാർഡനിൽ വെച്ചിട്ട് അത് ബ്രേക്ക് ചെയ്തത് ഇന്ത്യൻ ടീമാണ്. അന്ന് രാഹുൽ ദ്രാവിഡും VVS ലക്ഷ്മണൻ്റെയൊക്കെ കൂട്ടുകെട്ട്, പ്രത്യേകിച്ച് VVS ലക്ഷ്മണൻ 281 റൺസാണ് അന്ന് നേടിയത്. അപ്പോൾ ഈഡൻ ഗാർഡനിലൊക്കെ അന്ന് വലിയ വിജയം നേടി. അന്ന് ഇന്ത്യക്ക് വലിയ ബാറ്റിംഗ് നിരയുണ്ടായിരുന്നു. അതായത് വീരേന്ദർ സെവാഗ്, രാഹുൽ ദ്രാവിഡ്, ഇന്ത്യയുടെ വൻമതിൽ സച്ചിൻ ടെണ്ടുൽക്കർ, സൗരവ് ഗാംഗുലി, ആറാമതിറങ്ങുന്ന VVS ലക്ഷ്മൺ വരെ വലിയ ബാറ്റിങ്ങാണ്. പക്ഷേ ഇന്ന് ഇന്ത്യയുടെ അത്ര പവർഫുള്ളായ ബാറ്റിംഗ് നിരയല്ല വാസ്തവത്തിൽ, പ്രത്യേകിച്ച് ടെസ്റ്റ് ക്രിക്കറ്റിൽ. പക്ഷേ ഇവിടെ എന്നാൽ കളിക്കാരെക്കാൾ പഴയ ഇന്ത്യൻ ടീമിലുണ്ടായ ബാറ്റിംഗ് നിരയൊക്കെ കുറച്ചുകൂടി ആഴം ഇന്ന് ഇന്ത്യൻ ടീമിലുണ്ട്. അതായത് രവിചന്ദ്രൻ അശ്വിനും ജഡേജയൊക്കെ ഇറങ്ങുന്ന 7ാമത് 8ാമതാണ്. അപ്പോൾ അത്രത്തോളം ബാറ്റിങ്ങിൻ്റെ ആഴം വർദ്ധിച്ചിട്ടുണ്ട്. ഇനി ഓൾറൗണ്ടർമാരുടെ കാലമാണ്. ബാറ്റിംഗ് കൊണ്ട് കുറച്ച് 10 റൺസെങ്കിലും സംഭാവന ചെയ്യുന്ന കളിക്കാരെയാണ് ഇനി ടീമിലെടുക്കുകയുള്ളൂ. ചാഹൽ അത് മനസ്സിലാക്കിക്കൊണ്ട് ഇപ്പോൾ ചാഹൽ കൗണ്ടിലൊക്കെ കളിക്കാൻ പോകുന്നുണ്ട് ഇംഗ്ലണ്ടിലൊക്കെ. ചാഹലിന് വന്ന ഒരു കുഴപ്പമായിരുന്നു. അതായത് അദ്ദേഹത്തിന് ബാറ്റ് ചെയ്യാൻ നല്ല രീതിയിൽ അദ്ദേഹത്തിന് കഴിയുന്നില്ല എന്നുള്ളതൊരു പോരായ്മയാണ്. എന്തായാലും ഇന്ത്യൻ ടീം ശുഭപ്രതീക്ഷയോടെ കാരണം ആദ്യം തകർന്നടിഞ്ഞാണ്. ഗംഭീറിൻ്റെ
ശ്രീലങ്കയ്ക്കെതിരെയുള്ള പര്യടനം കണ്ടതാണ്. ഗംഭീറിൻ്റെ ആദ്യമായിട്ട് കോച്ചായിട്ടുള്ള പര്യടനം, അതിലാകെ തോറ്റ് തുന്നമ്പാടി, നാണം കെട്ട തോൽവിയായി. ഇപ്പോൾ പക്ഷേ ടെസ്റ്റ് ക്രിക്കറ്റിൽ എന്തായാലും വമ്പൻ തിരിച്ചുവരവ് തന്നെ നടത്തിയിരിക്കുകയാണ്. ഇത് ഇന്ത്യൻ ടീം ഈ ടെസ്റ്റ് ഇന്ത്യ ജയിക്കാനുള്ള സാധ്യതയാണ് കാണുന്നത്. എന്തായാലും ബംഗ്ലാദേശ് പരമ്പരയിൽ നമ്മുടെ അശ്വിനും ജഡേജയും ഇന്ത്യയുടെ ആദ്യത്തെ ഇന്നിങ്സിൻ്റെ നട്ടെല്ലായി മാറി. എന്തായാലും അശ്വിനും ജഡേജയും എത്രത്തോളം മികച്ച കളിക്കാരനാണ്. രവീന്ദ്ര ജഡേജ ഞാൻ പറഞ്ഞു കംപ്ലീറ്റ് ക്രിക്കറ്ററാണ്, എന്നാലും കംപ്ലീറ്റ് പാക്കേജാണ് ജഡേജയ്ക്ക് ഉള്ളത്. 2020 ക്രിക്കറ്റിൽ അദ്ദേഹം രോഹിത് ശർമ്മയോടൊപ്പം അതുപോലെ തന്നെ വിരാട് കോഹ്ലിയോടൊപ്പം വിരമിച്ചു. പക്ഷേ വിരാടിനും രോഹിത് ശർമ്മയ്ക്കും കിട്ടിയ ആ ഒരു പിന്തുണ ജഡേജയ്ക്ക് കിട്ടില്ല. ജഡേജ വിരമിച്ചത് വലിയ തരത്തിലുള്ള ഒരു വാർത്ത പ്രാധാന്യം ഒന്നും ലഭിച്ചിരുന്നില്ല എന്നാണ് വാസ്തവം. പക്ഷേ അശ്വിൻ തന്നെ പെട്ടെന്ന് ജഡേജ നല്ലൊരു ക്രിക്കറ്ററാണ്. എന്തായാലും ടെസ്റ്റിൽ ഇവർക്ക് പകരം വയ്ക്കാനുള്ള കളിക്കാരില്ല എന്ന് വേണമെങ്കിൽ പറയാം. എന്തായാലും വളരെ നിർണായക സമയത്ത് ഇന്ത്യൻ ടീമിൽ രക്ഷകരായിട്ട് അവതരിക്കുവാൻ അശ്വിനും ജഡേജയ്ക്കും കഴിഞ്ഞു. ഇനിയുള്ള റിസൾട്ട് നമുക്ക് കാത്തിരുന്ന് കാണാം. ഓക്കെ, താങ്ക് യു.